ഇപ്പൊ നമ്മള് ഫിനാലെ. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടോ? ശരിക്കും പറ. എന്റെ മുഖം കോഴിമുട്ട പോലെ ഉണ്ടോ, പൊട്ടറ്റോ പോലെ ഉണ്ടോ? നിങ്ങൾ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യണം. നാളെ എക്സാം ഉള്ള ഒരു കുട്ടി എനിക്ക് വേണ്ടി ഇതെല്ലാവരെങ്കിലും കാണട്ടെ. കോളേജിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസ് ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സിലബസിനേക്കാൾ അവർക്ക് ഇഷ്ടമുള്ള സ്വന്തം സിസ്റ്ററിനെയാണ്. ഓക്കെ, ബ്ലഡി മങ്കി പീസ് കൊള്ളാടി. ഹായ് മൈ സ്വീറ്റ് ലിറ്റിൽ സിന്നേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഒരു ബ്രേക്കിന് ശേഷമുള്ളൊരു ഫസ്റ്റ് ഫിലിം ഇൻ്റർവ്യൂ ആണ്. ഒരു അതിഭീകര കാമുകൻ, അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ വന്നേക്കാണ്. നമ്മുടെ സ്വന്തം ക്രൗൺ പ്ലാസ ഇപ്പോൾ എനിക്ക് വീട് പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഗസ്റ്റ് വന്നിട്ടില്ല, നമുക്ക് ഇരിക്കുന്നത് കുറച്ച് 8 പേരുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പം ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലേക്ക് ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഒരു 10ഓളം ഫാൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടീസ് ഉണ്ട്. ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ നോക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. സോ ലെറ്റ്സ് സീ. ആക്ച്വലി ഈ വീഡിയോ എപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇപ്പം അപ്പുറത്തെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ചെയ്യായിരിക്കും, ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് മോർണിംഗ് സെഷനിൽ, സെക്കൻഡ് ഇൻ്റർവ്യൂ ആണ്. അപ്പം അധികം ആരും അങ്ങനെ കാണാൻ പറ്റുന്നില്ല, കാരണം ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് എല്ലാ ചാനൽസും വരുന്നത്. അപ്പം എനിക്ക് ആദ്യമായിട്ടൊരു ഫിലിം പ്രൊമോഷൻ ഇൻ്റർവ്യൂവിന് ഞാൻ പണ്ട് ധ്യാൻ ചേട്ടൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ, ഭയങ്കര ടെൻഷൻ. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എനിക്കറിയില്ല, ഒരു ബേബി സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന പോലെ. അയ്യോ, ആക്ടേഴ്സ് വരും, അവരോട് എന്ത് ചോദിക്കും, എങ്ങനെ ചോദിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ. എന്തിനാണോ എന്തോ. ആക്ച്വലി ഞാൻ വീട്ടിലെത്തിയായിരുന്നു. എനിക്ക് മറ്റേ ആ ഷോപ്പിൽ കയറിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എനിക്ക് നാണം വന്ന പൈസ. എൻ്റെ ബ്ലോഗാണ്. ഇപ്പോൾ നമ്മൾ ഫിനാലെ വീക്കിലിടാൻ പോകുന്ന ഡ്രസ്സ് വേറെ ഇത് നോക്കാം, ട്രയൽ നോക്കാൻ പോവാണ്. എനിക്ക് വളരെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഹായ് സൺകിസ്റ്റ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പോയിട്ട് വരാം, കാണിച്ചു തരാം എന്താ സംഭവം എന്നൊക്കെ. കൊള്ളാം. എൻ്റെ ഹായ്. എങ്ങനെ നിൽക്കണം എന്നാ ഇവിടെ? അല്ല ഞാൻ വീഡിയോയിൽ ഇടുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫിനാലെ കോസ്റ്റ്യൂം. എല്ലാവരും നോക്കുന്നുണ്ട്, എനിക്ക് ചമ്മലാവുന്നത്. ഇതാണ് എൻ്റെ ഫിനാലെ കോസ്റ്റ്യൂം. ഞാൻ ആക്ച്വലി ലാസ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യുമെന്ന് ഭയങ്കര ഡെസ്പറായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്നത്. എങ്ങനെയുണ്ട് ഡ്രസ്സ്? ഇഷ്ടമായെന്ന് കണ്ടിട്ട് പറയണം. കുറച്ചൊന്നും ഓൾഡറും കൂടി ചെയ്യാനുണ്ട്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഹെയർ സ്റ്റൈലും ഞാൻ മാറ്റുമായിരിക്കും. ബാക്കി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ഫിനാലെ കോസ്റ്റ്യൂം. ഇനി ഞാൻ റിയാക്ഷൻ പറ, എങ്ങനെയുണ്ടോ എൻ്റെ കോസ്റ്റ്യൂം? എങ്ങനെയാണ്? അയ്യോ, പറ എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടോ? ശരിക്കും പറ. വേറെ എന്തെങ്കിലുമൊക്കെ പറ. വേറെ എന്തെങ്കിലുമൊക്കെ പറ. കളറ്, ഡ്രസ്സിന്റെ കളർ പറ. ഡ്രസ്സിന്റെ കളറാണോ? എങ്ങനെയുണ്ട്? താങ്ക് യു. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ. ഓക്കെ, താങ്ക് യു. കുറച്ചുകൂടി ഓൾട്ടർ ചെയ്യാനുണ്ട് ഗൈസ്, വേറെ കുഴപ്പമൊന്നുമില്ല.
പിന്നെ ബാക്കി എനിക്ക് കുറച്ചും കൂടി ഇറക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ഞാൻ ഇറക്കുന്നില്ല. നമ്മളങ്ങനെ ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ ഇതിൽ കുറെ ഫേസസ് കാണിക്കുന്നുണ്ട് ഗൈസ്. കോഴിമുട്ട പോലെ എൻ്റെ മുഖം കോഴിമുട്ട പോലെ ഉണ്ടോ പൊട്ടറ്റോ പോലെ ഉണ്ടോ? നിങ്ങൾ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യണം. മുടി ഇങ്ങനെ കെട്ടിട്ടാണ് നെറ്റ് ഇനി എന്ത് കയറാൻ. നാളെ എക്സാം ഉള്ള ഒരു കുട്ടി എനിക്ക് വേണ്ടി ആണ്. ഇതെന്താ ആരെങ്കിലും കാണട്ടെ കേട്ടോ. നാളെ എക്സാം ആണ്, 4th സെം അല്ലേ, തേർഡ് സെമ്മിൻ്റെ എക്സാം ആണ്. അതുപോലും മാറ്റി വെച്ചിട്ടാണ് എൻ്റെ അനിയത്തി എനിക്ക് വേണ്ടി ഡ്രസ്സ് നോക്കാൻ വന്നിട്ടുള്ളത്. അതാണ് അവളുടെ സ്നേഹം. ഇവളുടെ കോളേജിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സിലബസിനേക്കാൾ അവർക്ക് ഇഷ്ടം അവളുടെ സ്വന്തം സിസ്റ്ററിനെയാണ്. ഓക്കെ, ബ്ലഡി മങ്കി പീസ് കൊള്ളാടി. നിനക്കിതിലേത് ചുരിദാറാണ്? എനിക്കെല്ലാം വേണം മഞ്ചൂര്. ഈ കടലെല്ലാം കൊടുക്കും. സോ അങ്ങനെ ഫൈനലി ഡ്രസ് ഡിസൈൻ ചെയ്ത് കിട്ടി. എന്താ പേര്? എൻ്റെ പേര് അനു. അനു ആണ് ഇക്കുമാണിയുടെ കൊടുങ്ങല്ലൂർ സെൻട്രൽ മോളിലുള്ള ഷോപ്പിന്റെ എല്ലാം ആരെ ഇവിടുത്തെ എല്ലാം ഓണറാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം, ഓൾ ദ വെരി ബെസ്റ്റ്. എന്തിനാ ഞാൻ തോറ്റിട്ട് എല്ലാവരും പോയി ഗ്രാൻഡ് ആക്കിയിട്ട് വന്നു. ഓക്കെ, താങ്ക് യു. ഇവരൊക്കെ ക്യാമറ ചെയ്യണം. ആവാ എൻ്റെ വ്ളോഗ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറ ഇവൻ ഷിഫാസ് സഫാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ.